കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച റബ്ബർ കർഷകർ റബ്ബറിന്റെ അടിസ്ഥാന വില 300 രൂപയായി ഉയർത്തുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. റീപ്ലാന്റിംഗ്, മഴ, വളം സബ്സിഡി എന്നിവയുടെ തുക വർധനയും റബ്ബർ മേഖല പ്രതീക്ഷിക്കുന്നു. റബ്ബർ വില 200-ന് മുകളിലേക്ക് ഉയർന്നെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. ആഭ്യന്തര ഉൽപാദനം നിലച്ചതും ടയർ കമ്പനികൾ വിപണിയിൽ അനാവശ്യമായി ഇടപെടുന്നതും തിരിച്ചടിയാണ്. തുടർച്ചയായി പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇതിനിടെയാണ് കേന്ദ്ര ബജറ്റിനെ കർഷകർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഞങ്ങൾക്ക് പുതിയ തോട്ടം റീപ്ലാന്റ് ചെയ്യുന്നതിന് മിനിമം 40,000 രൂപയെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വില കിലോയ്ക്ക് 300 രൂപയെങ്കിലും വേണം എന്നുള്ള ആവശ്യമാണ്, താല്പര്യമാണ് എല്ലാ കർഷകർക്കും ഉള്ളത്. മഴക്കാലത്ത് റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ 4,000 രൂപയാണ് ഹെക്ടറിന് അനുവദിച്ചിരിക്കുന്നത്. അതൊരു 10,000 രൂപ വരെയിൽ ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം റബ്ബർ ബോർഡിന്റെ വിലനിർണ്ണയ അധികാരം എടുത്തുകളയുന്ന റബ്ബർ ആക്ട് നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം കർഷകർക്ക് ആശങ്കയാണ്. നമുക്കൊരു കർഷക തൊഴിലാളി ആണെങ്കിൽ തന്നെ അവർക്ക് കൂലിയും കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടെ നടത്തുമ്പോൾ ഒരു 300 രൂപയ്ക്ക് അടുത്ത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് മുതലാവുള്ളൂ. ഏകദേശം 250 രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു 300 രൂപയെങ്കിലും ഇതിന് ഒരു നോർമലായിട്ടൊരു റേറ്റ് ഉണ്ടാവണമെന്നുള്ളതാണ്. ചെറുകിട റബ്ബർ വ്യാപാരികളും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഏറ്റവും കുറഞ്ഞ 1-2 വർഷമെങ്കിലും 200 രൂപയ്ക്ക് മുകളിൽ വില പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ റബ്ബർ കർഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രയോജനം വിലവർദ്ധന കൊണ്ടുണ്ടാവുകയുള്ളൂ. അതുതന്നെയല്ല, പൊതുവെ ഈ ഫീൽഡിൽ നിന്ന് ആൾക്കാർ പൊതുവെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു 200 രൂപയ്ക്ക് മുകളിൽ വില ശാശ്വതമായി നിൽക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 180 രൂപ അടിസ്ഥാന വിലയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ റബ്ബർ വില മാസങ്ങളായി 200-ന് മുകളിലായതിനാൽ സംസ്ഥാന സബ്സിഡി ലഭിക്കാത്തതും കർഷകരെ ബാധിച്ചിട്ടുണ്ട്. മീഡിയ 1, കോട്ടയം.